നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ഞാൻ ഇനി കുറച്ച് ചിന്താ കാര്യങ്ങൾ പറയാം. ഒന്നും ചെയ്യാത്ത സ്ത്രീകളുണ്ടോ? ചിന്താ ജെറോം തന്റെ ഒരു അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് ഇപ്പോൾ. തന്റെ കൂട്ടുകാരികളെ കണ്ട അവർ അവരോട് ചോദിക്കുന്നു എന്ത് ചെയ്യുന്നു എന്ന്. അവർ പറയുന്നു ഒന്നും ചെയ്യുന്നില്ല. എന്നാൽ ചിന്തയുടെ ചിന്ത പോകുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ ഒന്നും ചെയ്യാതെ ഏതെങ്കിലും സ്ത്രീകൾ നിങ്ങളുടെ പരിചയത്തിലുണ്ടോ? ഇതായിരുന്നു നമ്മുടെ മുൻ യുവജന കമ്മീഷൻ ചെയർമാൻ ചിന്താ ജെറോമിൻ ചോദിച്ച ചോദ്യം. എന്നാൽ ചോദ്യവും ഉത്തരവും ഒരാളിൽ തന്നെയുണ്ട് എന്നതാണ് ഏറ്റവും വലിയ രസം. പറയട്ടെ, എന്നോടായിരുന്നു ഈ ചോദ്യം ചോദിക്കുന്നതെങ്കിൽ ഞാൻ ഒരു കണ്ണാടി വാങ്ങിക്കൊടുത്തേനെ. ഒന്നും ചെയ്യാത്ത ഒരു സ്ത്രീ എന്റെ പരിചയത്തിൽ ഉള്ള ഒന്ന് ഇതാണ്. ഈ സ്ത്രീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇനി ഈ സ്ത്രീ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാലും എനിക്കറിയില്ല. ഇനി ഇവർ ചെയ്തതായിട്ട് ആർക്കെങ്കിലും അറിയോ എന്ന് ചോദിച്ചാൽ അതും എനിക്കറിയില്ല. കേരളത്തിൽ ഈയിടയ്ക്ക് ഒരു വലിയ കൊള്ളക്കം തന്നെ സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ മെൻസ് ഹോസ്റ്റലിൽ വെച്ച് SFI വിദ്യാർത്ഥികൾ സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയെ റാഗിംഗ് ചെയ്യുകയും തുടർന്ന് ആ വിദ്യാർത്ഥി തൂങ്ങി മരിക്കുകയും ചെയ്ത കേസ്. നമ്മുടെ മുൻ യുവജന കമ്മീഷൻ ഈ വിഷയത്തിൽ പോലും പ്രതികരിച്ചതായി എന്റെ അറിവിലില്ല. എന്റെ അഭിപ്രായത്തിൽ നമ്മുടെ സംസ്ഥാന നഗരിയിൽ നമ്മുടെ യുവജന കമ്മീഷനും നമ്മുടെ വനിതാ കമ്മീഷനും ഒരു 2 നില വീട് വാടകയ്ക്ക് എടുത്തു നൽകണം. അതിന്റെ മുകളിലെ നിലയിൽ യുവജന കമ്മീഷനും താഴത്തെ നിലയിൽ നമ്മുടെ വനിതാ കമ്മീഷനും നൽകണം. അതാകുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും സ്വയം മാനത്തോട്ട് നോക്കി നമ്മൾ വല്ലതും ചെയ്തോ, ഹേ യുവജന കമ്മീഷൻ നിങ്ങൾ വല്ലതും ചെയ്തോ, ഹേ വനിതാ കമ്മീഷൻ നിങ്ങൾ വല്ലതും ചെയ്യുന്നുണ്ടോ എന്ന് വേണമെങ്കിൽ പരസ്പരവും ചോദിച്ചുകൊണ്ടിരിക്കാം. ഇത് രണ്ടും ഒരേ വേവ് ലെങ്ത്തിൽ നിൽക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. 2 വീടായി എടുത്താൽ തന്നെ സർക്കാരിന് നല്ല ബാധ്യതയാകും. സർക്കാരിന് മാത്രമല്ല, അത് പാർട്ടിക്ക് നല്ല ബാധ്യതയാകും. അതിലും നല്ലതല്ലേ ഒരൊറ്റ വീട്. പിന്നെ വനിതാ കമ്മീഷൻ ചെയർമാൻ വല്ലതും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കുലവിറ്റ് അവർ PhD നേടിയിട്ടുണ്ട്. ജിമിക്കി കമ്മലിനെ കുറിച്ച് പ്രഭാഷണം നൽകിയിട്ടുണ്ട്. പൊതിച്ചോറിന്റെ രാഷ്ട്രീയം ഇങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. കൂടാതെ മുൻകാല പ്രാബല്യത്തോടെ നോട്ട് എണ്ണി വാങ്ങിയിട്ടുമുണ്ട്. മുടങ്ങാതെ ശമ്പളം വാങ്ങുന്നുമുണ്ട്. വേണമെങ്കിൽ ഇനി അങ്ങോട്ട് അങ്കമാലി പ്രധാനമന്ത്രിയുമാവും. ഇതൊക്കെ ഇവർ ചെയ്ത കാര്യത്തിൽ കൂട്ടാമെങ്കിൽ നമുക്ക് കൂട്ടാം.